ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് പരദീസ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ഈ ഒരു ചിക്കൻ കറി മാത്രം മതി നമുക്ക് പൊറാട്ടയിലേക്കോ ഗീ റൈസിലേക്കോ ഒക്കെ. അപ്പോൾ ഞാൻ കഴുകി വെച്ച ചിക്കൻ ഇതാ ഇങ്ങനെ ഫുള്ളായിട്ട് ചിക്കൻ എടുക്കണമെങ്കിൽ അങ്ങനെ ചിക്കന് പീസാക്കാതെ ഒരു വലിയ കോഴി തന്നെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന്, ഒരു കൈപ്പിടി മല്ലിയില, 3 പച്ചമുളക്, പിന്നെ 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 തക്കാളി കൂടി അരിഞ്ഞ് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വലിയുള്ളി ഒന്നും വേണ്ട. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല, ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒന്നും ചേർത്തിട്ടില്ല, ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം, അതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ടാവും. ഒരു മാഗിൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് 1/2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. 1/2 കിലോ ചിക്കനിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഉപ്പിൻ്റെ അളവും അപ്പോൾ ഏകദേശം കറക്റ്റാക്കി കിട്ടും. ഇനി ഇതെല്ലാം വെച്ച് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളെ കയ്യിൽ മന്തി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ഫുൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് അല്പം ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം തന്നെ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. വിനാഗിരി ചേർത്താൽ ചിക്കനോ ബീഫോ ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ടിൻ്റെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ നേരെ അടുപ്പിലേക്ക് വെച്ചെടുത്തു. ഇനി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പം എന്താ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റും കൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് ഇതിലേക്ക് മസാലയൊക്കെ ഇറങ്ങി അത്യാവശ്യത്തിനുള്ള ഒരു ഗ്രേവി ടൈപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരദീസ ചിക്കനെ 1/4 ഭാഗത്തോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ആ ഒരു ഗ്രേവി ടൈപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പില്ലേ, നമ്മളെ കാഷ്യൂ, അത് നന്നായി കുതിർത്തെടുത്ത് ഒരു 5 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം അരച്ച പേസ്റ്റാണത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് കാഷ്യൂ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് വേണം നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് കുറുകി വന്ന് നല്ല ക്രീമി ടെക്സ്ചറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ പരദീസ ചിക്കൻ ഉണ്ടാക്കാൻ എളുപ്പമാണിടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ സെർവിങ് ബോളിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരദീസ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിൽ കൂടെ മുകളിലേക്ക് തൂക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പരദീസ ചിക്കൻ റെഡി. അപ്പോൾ ഇത് നല്ല ചൂടോടെ നമുക്കങ്ങ് വിളമ്പാം. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ടുള്ള പരദീസ ചിക്കൻ. അപ്പോൾ എല്ലാവരും വീണ്ടും വരാം. സൈനിങ് ഔട്ട്.